ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏതെങ്കിലും ഒരുത്തൻ എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ കുത്തി മലത്തിക്കളയും ഞാൻ. മാറാ. നീ എന്താ നോക്കിയിരിക്കുന്നത്? വണ്ടി എടുത്തില്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. കൊണ്ട് പറഞ്ഞു വണ്ടി എടുക്ക കുത്തി ഞാൻ. അത് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ കാൽച്ചുവട്ടിൽ പോലും കിടക്കാൻ യോഗ്യതയില്ലാത്ത ഒരുത്തി നമ്മുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്ക. അവളെ കണിമംഗലത്ത് നിന്ന് പടിയടച്ച് പുറത്താക്കിയിട്ടല്ലാതെ ഇനി നമുക്ക് വിശ്രമമില്ല ചെറിയമ്മേ. ഒന്ന് മിണ്ടാതിരിക്കോ? നിന്നെ കൊണ്ട് ഒന്നും നടക്കില്ല. അതിന് ശ്രമിച്ചാ നീയും ഞാനും ഒക്കെ ഇവിടുന്ന് പുറത്താവും. അത്രേ ഉണ്ടാവുള്ളൂ ഇനി. അവള് അങ്ങനെ മനസ്സ് കയറി പറ്റിയിരിക്കല്ലേ എല്ലാവരുടെയും. പക്ഷേ ഇന്ന് അവള് സംസാരിച്ചതിന് അവക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ. ചന്ദ്രേട്ടനെ പോലീസ് പിടിച്ചുള്ളൂ. എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു മകനെ എനിക്കുണ്ട്. ഞാൻ അവനെ വിളിക്കും. ഹലോ ഹലോ മേ. മോനെ, നമ്മുടെ അച്ഛനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. നീ അറിഞ്ഞോ? അറിഞ്ഞു അമ്മേ. അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് അറിഞ്ഞപ്പോ എന്നോട് മാറിയിക്കാൻ അച്ഛൻ തന്നെയാ പറഞ്ഞത്. അച്ഛനെ രക്ഷിക്കാൻ ഒരു മാർഗവും ഇല്ലടാ. ഞാൻ ആ മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോലീസുകാർ ഒരുപാട് പേരെ വിളിച്ചു. പക്ഷെ നന്ദി കേട്ടവന്മാരാമ്മേ. സമയം വരുമ്പോ എല്ലാവരും കാലു മാറുക. അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൺമുമ്പിലൂടെ കൊണ്ടുപോയപ്പോ അവളുണ്ടല്ലോ, ആ രാധിക, അവളാ ഏറ്റവും കൂടുതൽ അഹങ്കരിച്ചത്. അവളിവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് നിനക്കറിയോ? ചെറിയ ഫോണിങ്ങിതാ. ഗൗതം, നീ അത്യാവശ്യമായിട്ട് ഇവിടം വരെ വരണം. എല്ലാവരും കാണുക വേണ്ട, രഹസ്യമായിട്ട് വന്നാ മതി. നിന്റെ അമ്മയുടെ മനസ്സൊന്ന് തണുക്കണമെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കണം. ആ രാധികയ്ക്ക്. ഞാൻ വരാൻ കൽപ്പന. എന്റെ അച്ഛന്റെ അറസ്റ്റിന്റെ പേരിൽ സന്തോഷിക്കുന്നവരാരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല. ശരി, എങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ നോക്ക്. ബാക്കി നമുക്ക് വന്നിട്ട് പറയാം. ശരി, അമ്മയെ സമാധാനിപ്പിക്കുന്ന കൽപ്പന. ശരി. ഗൗതം വരും. ചെറിയ ആഗ്രഹിക്കുന്നത് പോലുള്ള ശിക്ഷ നമ്മൾ അവൾക്ക് കൊടുക്കുകയും ചെയ്യും. നമ്മളെ അവഗണിക്കുന്നവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. കൊല്ലേണ്ടി വന്നാ കൊല്ലണം ചെറിയമേ. അതാ ഈ കൽപ്പനയുടെ തീരുമാനം. പ്രിയങ്ക മോളെ, മോളെ, അയ്യോ മോളെ, പ്രിയങ്കേ. എങ്ങനെയെങ്കിലും എന്റെ പ്രിയങ്ക മോളെ കണ്ടെത്തണം. എന്നെ ഭ്രാന്തി എന്ന് വിളിക്കുന്നവരുടെ മുന്നില് അവളെ കൊണ്ടുവന്ന് നിർത്തണം.
ഓട്ടോ 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 നിർത്ത് നിർത്ത്. എങ്ങോട്ടാ പോണ്ടത്? അതൊക്കെ പറയാം. താൻ വണ്ടി എടുത്തോ. ചേച്ചി ദേവനാരായണ തിരുമയുടെ അമ്മയല്ലേ അത്? അതെ. ദേ അവരെ കൊണ്ടുപോകല്ലേ, അവർക്ക് തലയ്ക്ക് വെളിവില്ലാത്തതാ. അവരെ വിളിച്ചോണ്ട് പോകരുത്. എടോ താൻ വണ്ടി എടുക്കണോ? എടോ തന്നോടല്ലേ പറഞ്ഞത് അവർക്ക് ഭ്രാന്താന്ന്. ആർക്കടാ സുഖമില്ലാത്തത്? ആർക്കടാ ഭ്രാന്ത്? നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും സുഖമില്ലെങ്കിലേ അത് നീ നോക്കിക്കോണം. എനിക്ക് ഒരു കുഴപ്പമില്ല. അതെ ആരെങ്കിലും ഒന്ന് പിടിച്ചേ, അല്ലെ ഇവരെവിടെല്ലാം കയറി പോവും. വാടാ. ദേ ഒറ്റ ഒരെണ്ണ എന്നെ തൊട്ടു പോവരുത്. എന്താടാ നിനക്കൊക്കെ? എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഭ്രാന്തില്ലെന്ന് പറഞ്ഞ എന്താ നിനക്കൊക്കെ മനസ്സിലാവാത്തത്? എല്ലാ ഭ്രാന്തുള്ളവരും ഇങ്ങനെ പറയാ. നിങ്ങൾ ഇവരെ പിടിച്ചേ, ഞാൻ തിരുമേനെ വിളിക്കാം. നിന്നെ പറഞ്ഞ മനസ്സിലാവില്ലേ? പോടാ പോടാ പോടാ. ഏതെങ്കിലും ഒരുത്തൻ എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ കുത്തി മലത്തിക്കളെ ഞാൻ. മാറാ. നീ എന്താ നോക്കിയിരിക്കുന്നത്? പോടാ കൊണ്ട് പോവാൻ. വണ്ടി എടുത്തില്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. മാറാൻ കൊണ്ട് പോരാന്നില്ല പറഞ്ഞ. പോടാ പോടാ. വണ്ടി എടുക്ക. കുത്തി ഞാൻ. പോടാ. ഓ എന്തൊരു കഷ്ടമായത്. തലയ്ക്ക് വെളിവില്ല, ഇവരെ കൊണ്ട് പൂട്ടിയെടുത്തില്ലേ? താൻ തിരുമേനിയെ വിളിക്കേ. ഞാൻ വിളിച്ചോണ്ടിരിക്കുക. ഹലോ തിരുമേനിയുടെ അമ്മയോട് വന്ന് ബഹളം ഉണ്ടാക്കി.